രാത്രികാല ഡ്രൈവിംഗ് സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ വേറിട്ട ബോധവൽക്കരണം. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് ഇരുട്ട് ആകാതിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തി മലപ്പുറം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷിത രാത്രിയാത്ര ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. തിരൂർ സബ് RTO ഓഫീസ്, തിരൂർ ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് മുൻപ് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. തിരൂർ ലയൺസ് ക്ലബ്ബും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഇവിടെ നടത്തുന്ന സുരക്ഷിത യാത്ര, നമുക്ക് എല്ലാവർക്കും അറിയാം, രാത്രി പലരുടെയും ശക്തമായ വെളിച്ചം അത് മറ്റ് പലരുടെയും ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. അതിനെതിരെ ഒരു ബോധവൽക്കരണം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുമായി മുന്നോട്ട് വന്ന ലയൺസ് ക്ലബ്ബിന് നമ്മൾ ആശംസകൾ അറിയിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. രാത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചെക്കിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ പോയിന്റുകളിലും നമ്മളുടെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും തിരൂർ RTO ഓഫീസിൻ്റെ കീഴിലുള്ള സ്ക്വാഡും നിലവിലുണ്ടാവും, പ്രവർത്തിക്കുന്നുണ്ട്. ബോധവൽക്കരണം ഉദ്ദേശിക്കുന്നത് രാത്രികാലങ്ങളിൽ റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുക, പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവ മുൻനിർത്തിയാണ് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത്. ജൂലൈ 7 വൈകുന്നേരം തിരൂർ സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ് ബോധവൽക്കരണ ഡിജിറ്റൽ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ ജോയിന്റ് RTO അനസ് മുഹമ്മദ്, വിവിധ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ലയൺസ് ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്ക് കാഴ്ച മറയുകയും അങ്ങനെ അപകടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഹെഡ്ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കണം, രാത്രികാല ഡ്രൈവിംഗ് എങ്ങനെ സുരക്ഷിതമാക്കണം, ഇതാണ് നമ്മൾ അവയർനെസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കൃത്യമായി വളരെ സേഫായിട്ട് വാഹനം കൈകാണിച്ച് ബാറ്റിൽ ഉപയോഗിച്ച് വാഹനം കൈകാണിച്ച് നിർത്തും. സ്വിച്ച് ഉണ്ടോ നോക്കി, ഡിസ്കൗണ്ട് ചെയ്തേക്കാം, കട്ട് ചെയ്തേക്കാം. ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. മോട്ടോർ വാഹന വകുപ്പും ലയൺസ് ക്ലബ്ബും ചേർന്നിട്ട് നൈറ്റ് ജേണി സേഫ് ആക്കുക എന്നുള്ളതാണ്. ഹെഡ്ലൈറ്റ് കൃത്യമായി ഉപയോഗിക്കുക, ഡിമ്മ് കൃത്യമായി സമയത്ത്, അതായത് ഇതിൽ വാഹനം വരുമ്പോഴും. തുടർന്ന് രാത്രി 8 മണി മുതൽ തിരൂർ താഴെപ്പാലം SBIക്ക് സമീപം റോഡിൽ വാഹനം തടഞ്ഞായിരുന്നു ബോധവൽക്കരണം. രാത്രി യാത്രകളിൽ ഹെഡ്ലൈറ്റുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ഡ്രൈവർമാർക്ക് നേരിട്ട് മാർഗനിർദ്ദേശം നൽകി. ഹൈബീം ലൈറ്റുകൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ കാഴ്ച എങ്ങനെ ബാധിക്കുന്നുവെന്നും അനധികൃത എക്സ്ട്രാ ലൈറ്റുകൾ വരുത്തിവെക്കുന്ന സുരക്ഷാ നിയമ പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയ ഡിജിറ്റൽ സ്ക്രീനിലൂടെ വാഹനങ്ങളിലുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. കേവലം ഉപദേശങ്ങൾ ഒതുക്കാതെ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ കാർഡും ഒപ്പം മധുരവും വിതരണം ചെയ്താണ് ഉദ്യോഗസ്ഥർ ഡ്രൈവർമാരെ യാത്രയാക്കിയത്. ബോധവൽക്കരണ പരിപാടികൾക്ക് ശേഷം മലപ്പുറം ജില്ലയിൽ വരും ദിവസങ്ങളിൽ രാത്രികാല പരിശോധനകൾ കർശനമാക്കുമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ ഉണ്ടാകുമെന്നും RTO അറിയിച്ചിട്ടുണ്ട്.